ചെക്കിങ്ങിന് ശേഷം ഞങ്ങൾ ഒമാനിലേക്ക് ഓർഡർ കടന്നിരിക്കുകയാണ്. മൊസാണ്ടം പോകുമ്പോൾ ഒമാനിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഒമാനിലേക്കാണ്. ഹലോ ടീംസ്, എങ്ങനെയുണ്ട് ബ്രോക്കെ? എങ്ങനെയുണ്ട്? ഇതൊക്കെ വരും കേട്ടോ. ഇതാണ് നമ്മുടെ കപ്പിത്താൻ. ഈ ഷിപ്പിന്റെ എഞ്ചിൻ റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് കണ്ട എഞ്ചിൻ റൂമാണിത്. It's a six-stroke engine. Six-cylinder, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. six-cylinder, four-stroke. It's a six-stroke engine. കുടിക്കാൻ വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. ഫ്രൂട്ടി. രണ്ട് സൈഡിൽ ചായ ഒക്കെ നമ്മൾ സെൽഫ് സർവീസ്. ബോട്ട് മെല്ലെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മൂവായി തുടങ്ങി. സെൽഫി ഇല്ല? സെൽഫി ഉണ്ട്. മൊണ്ണകള് സൈഡായി കിടക്കുന്നത് കണ്ടോ? ടൂർ വന്നിട്ട് മൊണ്ണകൾ തന്നെ പറയണം. മൊണ്ണകൾ ലൈക്ക് എന്റർടൈൻമെന്റ്. ഫിഷിങ്ങിന്റെ ടൈമാണ്. നടുക്കടലിലെത്തി. ഫിഷിങ് വളരെ ബോറായിട്ട് തോന്നി. കാരണം ആർക്കും ഒരു മീനിനെ പോലും കിട്ടിയില്ല. അതാണ് വസ്തുത. ബീച്ചും വളരെ അത്ര മനോഹരമെന്ന് പറയാൻ പറ്റില്ല. ഒരു മീഡിയം. വേവ്സോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ടില്ല. അങ്ങനത്തെ ഒരു ബീച്ച്. ദുബായിലും മലപ്പുറത്തും മാത്രമല്ല, അങ്ങ് റഷ്യയിലും പിടിപാടുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ റഹ്മാൻ. സൈനിങ് ഓഫ്. പുഴയിൽ നിന്ന് തിരിച്ച് കരയിലേക്ക് അടുത്തല്ലേ അല്ലേ ഏട്ടാ? എങ്ങനെ ഉണ്ടായിരുന്നു ഏട്ടാ പ്രോഗ്രാം ഒക്കെ? സൂപ്പറായിരുന്നല്ലേ? ഒരു ദിവസത്തെ നാഷണൽ ഡേയുടെ എന്നുള്ള ഒരു എന്റർടൈൻമെന്റ് അതല്ലേ? അങ്ങനെ അവസാനമായി പുഴയിൽ നിന്നും കരയിലേക്ക് ഞങ്ങൾ നങ്കൂര വിട്ടിരിക്കുകയാണ്. സമയം 4 മണി. രാവിലെ 10 മണിക്ക് ഇറങ്ങിത്തിട്ട് 4 മണിയായപ്പോൾ തിരിച്ച്. ദുബായിൽ നിന്നും മുസാണ്ടത്തേക്കുള്ള ട്രിപ്പിന് കേവലം 190 ദിർഹമാണ്. 190 ദിർഹം. ഇതിനകത്ത് ഫുഡ്, ഡ്രിങ്ക്സ് എല്ലാം ഉൾപ്പെട്ടതാണ്. വളരെ മനോഹരമായ ഒരു യാത്രയാണ്. ഒരു ദിവസത്തെ യാത്ര. എനിക്ക് നന്ദി പറയട്ടെ എല്ലാവരും.